ഇപ്പോൾ നമ്മൾ തകർന്നു വീണ ബിൽഡിങ്ങിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. ഇത് അവിടുത്തെ ക്യാൻറ്റീനാണ്, ആ ഹോസ്റ്റലിൻ്റെ ക്യാൻറ്റീൻ. IGB കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ക്യാൻറ്റീൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ കുറച്ച് ഡോക്ടർമാർ ആ സമയത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. 20 ഡോക്ടർമാർക്ക് ഇതിൽ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. വിമാനത്തിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ചത് ഈ കെട്ടിടത്തിലേക്കാണ്. ആ കെട്ടിടത്തിലെ ക്യാൻറ്റീനിലെ ഭാഗം പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. അതിലുണ്ടായിരുന്ന ഹോസ്റ്റലിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. 20 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് പ്രാഥമിക നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കൊപ്പം മധുസൂദനുണ്ട്. മധുസൂദൻ അഹമ്മദാബാദിലാണുള്ളത്. മധുസൂദൻ, നമസ്കാരം. മധുസൂദൻ, നമ്മൾ വളരെ നിർഭാഗ്യകരമായൊരു വാർത്ത, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 133 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2 പൈലറ്റുമാരും 10 ക്രൂ മെമ്പേഴ്സും 230 യാത്രക്കാരും അടങ്ങിയ സംഘമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അത് വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ലണ്ടനിലെ ഗേറ്റ്വിക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതാണ്. 1 മിനിറ്റിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ മെഘാനി നഗറിലെ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ക്യാൻറ്റീനിലേക്ക് ആ വിമാനത്തിൽ ഒരു ഭാഗം ഇടിച്ചു കയറുകയായിരുന്നു. ആ ഭാഗത്ത് ഇടിച്ച് കയറിയത് മൂലം ആ ക്യാൻറ്റീനിലുണ്ടായിരുന്ന കുറച്ച് ഡോക്ടർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിവരം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഹൃദയഭേദകമാണ് ഈ ദുരന്തം എന്നാണ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സുജയ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം IGB കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഹോസ്റ്റലിലെ ക്യാൻറ്റീനിലെ ഒരു വിഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആ ക്യാൻറ്റീനിലുണ്ടായിരുന്ന ഡോക്ടർമാരിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മരണസംഖ്യ ഉയരുന്നുണ്ട്. 133 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം. 242 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ആരെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കുന്നത്. രക്ഷാപ്രവർത്തനം പൂർണ്ണ സജ്ജമാണ്. ആ ഏരിയ മുഴുവൻ കോർഡോൺ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ആശുപത്രിയുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരിക്കേറ്റവരെ അങ്ങോട്ട് മാറ്റുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നറിയുന്നു.